Good evening, everyone. It's very honor to be a part of this event where the discussion is all about the AI. So AI is something which no one can replace nowadays. അല്ലേ എനിക്ക് തോന്നുന്നു ഇന്നലെ മുതൽ ഈ ഓഡിയൻസിലിരിക്കുന്ന ഓരോരുത്തരും രാവിലെ മുതൽ കേൾക്കുന്നത് എ ഐ ഹൗ ഇറ്റ് ചേഞ്ചിങ് ഇൻ ഓൾ ഏരിയാസ് എന്നുള്ളൊരു ക്വസ്റ്റ്യനിങ്ങും ആൻഡ് ഹൗ ഇറ്റ് ഈസ് എഫക്റ്റിംഗ് ഇൻ അവർ ഡെയിലി ലൈഫ് എന്നുള്ളതാണ്. ആസ് എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഐ ക്യാൻ സീ many people who is approaching to me like previously they were only aware about their numbers, right? So nowadays they already come up with the dashboards, like they are already getting ratios and things and all the things with the chat gpt and all the kind of similar AI tools. Now my question to Varsha here is, being a R&D in technology, how you see this change, like research and development? I'm actually very optimistic about all the changes happening. Like, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് ഹ്യൂമൻ ബീങ്സ് എന്തായാലും എല്ലാ ദിവസവും ആസ് ഇറ്റ് ഗോസ് നമ്മൾ ബെറ്റർ ടു ദ വേൾഡ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചേഞ്ച് ചെയ്യും. ലൈക്ക് ന്യൂ ടെക്നോളജീസ് വിൽ കം ഫോർ ഷുവർ. അപ്പം വിത്ത് എ ഐ ലൈക്ക് എവറിത്തിങ് എന്ന് പറയണത് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി കിട്ടി. ഇപ്പം എനിക്കൊരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം ആൻഡ് ഐ ഹാവ് ദി ഐഡിയ, ഐ ഹാവ് ദ വിഷൻ ടു ഡു ഇറ്റ് എന്നുണ്ടെങ്കിൽ ഐ ക്യാൻ ലൈക്ക് പഠിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾ, ലൈക്ക് മേ ബി ഫ്രം എ കോളേജ്, മേ ബി എ ഫ്രഷർ, ആരെങ്കിലും ഹു ആക്ച്വലി ഹാവ് ദ ഗ്രഡ്ജ് ടു ലേൺ എൻ്റെ കൂടെയുണ്ട്, ഓർ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വിത്ത് ദാറ്റ് സിംഗിൾ പേഴ്സൺ, given that പഠിക്കാൻ പറ്റും. With that single person I can build a whole product. Like എനിക്ക് ഐട്രേറ്റ് ചെയ്തിട്ട് എൻ്റെ വിഷൻസ് പറഞ്ഞു കൊടുത്തിട്ട് ഈ സാധനം വേണം എന്ന് പറയാൻ പറ്റും. ഓർ ഐ ക്യാൻ ആക്ച്വലി ടേക്ക് എൻ AI ഏജൻറ്റ്, എന്നിട്ട് ഏജൻറ്റിനോട് പറഞ്ഞിട്ടും ബിൽഡ് ചെയ്യാൻ പറ്റും. സോ ഡെവലപ്മെൻറ്റ് ഭയങ്കര ഫാസ്റ്ററായി, ഡിസൈന് നമ്പർ ഓഫ് ടൂൾസ് വന്നു, അത് ഭയങ്കര ഫാസ്റ്ററായി. ഇനി ഈവൻ ദോ എനിക്കൊരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യണം ആൻഡ് ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് മാർക്കറ്റിംഗ് എന്നുണ്ടെങ്കിൽ എല്ലാ ആഡ് സ്ട്രീംസും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ AI ഉണ്ട്. ലൈക്ക് മെറ്റ നന്നായിട്ട് അറിയാവുന്ന AI ഉണ്ട്, ഗൂഗിൾ ആഡ്സ് നന്നായിട്ട് അറിയാവുന്ന AI ഉണ്ട്, ASA നന്നായിട്ട് അറിയാവുന്ന AI ഉണ്ട്. ആൻഡ് ഏതൊക്കെ സെക്ടറിൽ എനിക്ക് പോകണം എന്ന് കണ്ടുപിടിക്കണം. ഇപ്പം മേ ബി റിസർച്ച് ചെയ്യണം, ഐ വോണ്ട് ടു ഡു മൈ കോമ്പറ്റീറ്റർ റിസർച്ച് എന്നുണ്ടെങ്കിൽ ലൈക്ക് ദർ ആർ ടൂൾസ് വിച്ച് ക്യാൻ ആക്ച്വലി മോണിറ്റർ വെബ്. ഇപ്പം ദർ ഇസ് ദിസ് ടൂൾ കോൾഡ് പാരലൽ AI, ജസ്റ്റ് ഗൂഗിൾ ചെയ്താൽ കിട്ടും. സോ ഈ പ്ലാറ്റ്ഫോം എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 24 hours അവർ വെബ് മൊത്തത്തിൽ മോണിറ്റർ ചെയ്യും. അതായത് ഇപ്പം ഐ ഹാവ് എ കോമ്പറ്റീറ്റർ, എൻ്റെ ഒരു കോമ്പറ്റീറ്ററിനെ എനിക്കറിയാം, കോമ്പറ്റീറ്റർ യൂഷ്വലി യൂസ് ചെയ്യുന്ന കീവേഡ്സ് എനിക്കറിയാം, ആൻഡ് എൻ്റെ കമ്പനി ഓർ ഞാൻ ബിൽഡ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ കീവേഡ്സ് എനിക്കറിയാം. അപ്പം എനിക്ക് ഇതിനകത്ത് പോയിട്ട് ട്രിഗർ സെറ്റ് ചെയ്യാൻ പറ്റും ഇൻ ആൻ hour or 2 hours 3 hours. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എക്രോസ് ഇൻ്റർനെറ്റ് എവിടെ ഈ കീവേഡ്സിൽ ഒരു ടോക്ക് വന്നാലും, ഇപ്പം മേ ബി എൻ്റെ കോമ്പറ്റീറ്റർ ഒരു സാധനം റിലീസ് ചെയ്തു ആൻഡ് സംവൺ ഇസ് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഇൻ റെഡിറ്റ്, ഓരോരോ ആപ്പ് ആണെന്നുണ്ടെങ്കിൽ റിലീസ് ചെയ്തു, അതിൻ്റെ ചേഞ്ച് ലോഗ്സിനകത്ത് ചേഞ്ച് ഉണ്ട്, ലൈക്ക് പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോറിൽ ഈ ഒരു കോൺവെർസേഷൻ വന്നു, റിലീസ്ഡ് ആയി എന്നുള്ള ഒരു ഇത് വന്നു. സംവൺ ഇസ് ടോക്കിംഗ് അബൌട്ട് സംതിങ് ഇൻ ദെയർ ഫേസ്ബുക്ക്, ലൈക്ക് യൂഷ്വൽ പബ്ലിക് ഗ്രൂപ്പ്സ് ഉണ്ട് അവിടെ, ഓർ ആൻ ഇൻസ്റ്റഗ്രാം ചാനൽ ഓർ യൂട്യൂബ്, എവിടെയാണെങ്കിലും ഐ വിൽ ഗെറ്റ് എ നോട്ടിഫിക്കേഷൻ ഇൻ മൈ ടെലിഗ്രാം ഓർ വാട്സാപ്പിൽ കണക്ട് ചെയ്താൽ. സോ ലൈക്ക് ഒരു സിംഗിൾ ആൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് ഓഫ് തിങ്സ് ഓർ കേപ്പബിലിറ്റി, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചു കൂട്ടാൻ പറ്റുന്ന സാധനങ്ങളുടെ എമൗണ്ട് ഭയങ്കരമായിട്ട് കൂടി. ആൻഡ് ലൈക്ക് ഇപ്പം ഡെയിലി നമുക്ക് എന്തെങ്കിലും സാധനം പഠിക്കാനുള്ള ഒരു ത്വര ഓർ എ ട്രസ്റ്റ് ദാറ്റ്, ലൈക്ക് ഐ വിൽ സേ ഇൻ 2026 ഒരു സാധനം പഠിക്കാത്തത് ഇസ് അറഗൻസ്. ലൈക്ക് യു ഹാവ് ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് റിസോഴ്സസ്, ടൂൾസ് അവൈലബിൾ. അപ്പോൾ ആ പഠിക്കാനുള്ള ഒരു ഇതുള്ള ഒരാൾക്ക്, ത്വരയുള്ള ഒരാൾക്ക് could do a lot of things, like ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. and I personally consider this as the golden era to build. ലൈക്ക് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാവുമോ, ഓർ പ്രോഡക്ട്സിനെ റീപ്ലേസ് ചെയ്ത് വേറെ സാധനങ്ങൾ വരും, ഒന്നും ലൈക്ക് വി കാൺ പ്രെഡിക്റ്റ്. അപ്പോൾ ദിസ് ടൈം ഇസ് വെരി വെരി സൂപ്പർ ഐ ഗെസ്, ആൻഡ് വെരി ആക്സസിബിൾ ഓൾസോ. ഇപ്പം കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ടാണെങ്കിലും എല്ലാവർക്കും സോഷ്യൽ മീഡിയാസ് ഉണ്ട്, സോ വി ക്യാൻ ആക്ച്വലി പബ്ലിസൈസ് ചെയ്യാൻ ഈസിയറാണ്. So in every perspective, I truly believe that AI like
in a very optimistic way, എന്ത് സാധനം വന്നാലും if a person who know to rightly use it, അവരുടെ വർക്ക് ഫാസ്റ്റർ ആക്കാൻ പറ്റിയ for those people who can actually super ആയിട്ട് വർക്ക് ചെയ്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. Yeah. Like in summary manner, you are telling like if someone don't kick up right now the technology, they will be outdated, right? Of course, they'll be outdated. I really believe that ഒത്തിരി ടെക്നിക്കൽ നോളജ് ഉള്ള ഒരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട് ആൻഡ് അവരൊരു കമ്പനിക്ക് ബാക്ക് ബോണായിട്ട് നിൽക്കുന്നെങ്കിൽ സൂപ്പർ ഗുഡ്. ലൈക്ക് നമുക്ക് എന്തെങ്കിലും ഒരു ബഗ് വന്നു കഴിഞ്ഞാൽ കോർ സാധനങ്ങൾ അറിയണം. ബട്ട് ഈവൻ ദോ അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിലും ഓർ ലൈക്ക് നിങ്ങൾ ചെറുപ്പം മുതലേ വർഷങ്ങളായിട്ട് ടെക്ക് പഠിക്കാത്ത ആളാണെങ്കിലും ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അറിയാത്ത ആളാണെങ്കിൽ പോലും റൈറ്റ് നോ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം, അതായത് ഒരു യൂസർ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതാണ് വിഷനെങ്കിൽ ഇഫ് യു ക്യാൻ ആക്ച്വലി തിങ്ക് അബൌട്ട് ഹൗ എ യൂസർ ബിഹേവ്സ് ഓർ വർക്ക്സ്, അവർക്ക് വേണ്ട സാധനങ്ങളിലേക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ടെക്നിക്കൽ നോളജ് ഇല്ലെങ്കിലും യു ക്യാൻ ട്രൂലി ബിൽഡ് പ്രോഡക്റ്റ് റൈറ്റ് നൗ. ഗിവൻ ദാറ്റ് സമയവും എഫേർട്ടും എടുത്ത് അതിൻ്റെ സെക്യൂരിറ്റിയും അതിൻ്റെ കോർ ആർക്കിടെക്ചർ ആലോചിക്കാൻ പറ്റുന്ന ആരെങ്കിലും വേണം. എനിക്കിങ്ങനെ ഫുള്ളി എ ഐക്ക് കൊടുത്ത് ബിൽഡ് ചെയ്യുന്നത് ഐ മീൻ ആർക്കിടെക്ചർ അറിയില്ലെങ്കിൽ ഉള്ള പ്രശ്നം ഇസ് ദാറ്റ് ഓൺ ദ മൾട്ടിപ്പിൾ ഏജൻസിനെ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്പിൾ സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഓരോളെ ടെസ്റ്റ് ചെയ്യിപ്പിച്ച് ഒരാളെ ഡെവലപ്പ് ചെയ്ത് ഓൾ ദോസ് തിങ്സ് ക്യാൻ ബി ഡൺ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ഒരു ബഗ് വന്നാൽ if you are a developer, you should have the responsibility to know that അത് എവിടെയാണ് ആ ബഗ് വന്നേ എന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി സൂപ്പർ. ബിക്കോസ് അപ്പോൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് എന്ത് ചെയ്താലാണ് മാറുന്നത്, ആ കോർ ആർക്കിടെക്ചർ ഓർ ദ കോർ ലോജിക് ആൻഡ് വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് അറിയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ he can do wonders. Thank you. Now over to you, Joanne. You are a software engineer. So എ ഐ വന്നതോട് കൂടെ നമ്മൾ യൂഷ്വലി യൂട്യൂബ്സിലെല്ലാം വീഡിയോസിൽ കാണുന്നതിൽ പറയുന്നതാണ് ത്രെറ്റ് ടു സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ഓവർ കോഡിങ് ആൻഡ് ഓൾ. ലൈക്ക് ക്ലോഡ് പോലത്തെ ഒരു സോഫ്റ്റ്വെയർ എ ഐ പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിട്ട് ദേ ആർ ഡെവലപ്പിംഗ് ദ കോഡ്സ് ആൻഡ് ദേ ആർ ബിൽഡിംഗ് സംതിങ് വിച്ച് ആക്ച്വലി വർഷ ടോൾഡ് കറക്റ്റ്. Like they doesn't know how to get it correct when a bias occurred. So how you see it in your version? Okay, so the thing goes like everyone right now is using AI for everything. Let it be even a cherry app or a product, everyone is using AI. The thing goes like my 15-year-old brother who is just in 10th grade, he built his first app using AI. He did not know what HTML is, he did not know what CSS is, what JS is. All that he did was take help from artificial intelligence. So recently, everyone is actually scared about the fact that whether AI will take over their jobs, especially in the case of software engineers, developers, everyone is scared that AI, that is artificial intelligence, will take over them. It is a fact, because pandake people used to learn stuff on their own, take months and build something. But right now, all that we need is a simple prompt. Our prompt കൊണ്ട് തന്നെ let it be automation, let it be building a product, everything is getting done in minutes and even seconds right now. So it is actually a threat, but at the same time, if you know how to use AI properly, the thing goes, there's a quote like, people who know AI will replace those who do not know AI. If somebody is getting access to ഒരു കാര്യം ചെയ്യാൻ, if they are പണ്ടത്തെ ഒരു രീതിയിൽ ട്രഡീഷണൽ വേയിൽ പോകാൻ നിന്നാൽ obviously they will take around എത്രയോ സമയം. But right now everything is getting done fast with the help of something. So you should know how to use AI properly in order to ease your daily lives and activities. So it might be a threat, it might not be a threat. Every coin has two sides. അതുപോലെ പറയുന്ന പോലെ തന്നെ it is a threat, but at the same time, if you know how to use it properly, it will take you to a lot of places. Especially in my case, I was a biomath student. I did not know coding. I did not know what Python is or maybe anything. But the main thing that took me ahead was learning stuff. Learning stuff എന്ന് പറഞ്ഞാൽ finding resources, learning it, and also taking help from artificial intelligence, AI platforms like ChatGPT, Claude, Gemini. ഈ ഉള്ള പ്ലേസസ് എല്ലാം നല്ല രീതിക്ക് യൂസ് ചെയ്ത് നല്ല രീതിക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ച് ഓരോ പ്രോഡക്ട്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. സോ പുതിയ പുതിയ കാര്യങ്ങൾ വന്നാലും ഐ ഗോട്ട് മോർ കോൺഫിഡൻറ്റ്, യെസ് ഐ എം ഏബിൾ ടു ബിൽഡ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് സംതിങ് ഔട്ട് ദെയർ ടു ഗെറ്റ് ആക്സസ് ഓർ ഹെൽപ്പ് ഫ്രം. സോ the way you use it is more prominent than thinking about okay, something will take over me. So always you should understand how to use AI properly to get your products well, or maybe how to build something, just not thinking about the fact that it might take you over one day. So that's my take on that.
like I wanted to add something to that. Like ഞാൻ കണ്ടതിൽ വെച്ചിട്ട് I don't think AI is actually a threat to software developers. Like, one thing is that if you really love computer science, like computer architecture or technical side പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ it would be too good that while you are in college or student ആയിരിക്കുമ്പോൾ തന്നെ or personal ആയിട്ട് ലേൺ ചെയ്യുവാണെങ്കിലും core computer science പഠിക്കുന്നത്, like there is chip design, there is actually computer architecture, there is actually low level languages. ഇപ്പോൾ എ ഐ ആണെന്നുണ്ടെങ്കിൽ എ ഐ എങ്ങനെ വർക്ക് ചെയ്യുന്നു, ലൈക്ക് എ ഐയുടെ ആർക്കിടെക്ചർ, ഹൗ ടു ട്രെയിൻ എ മോഡൽ, ഓൾ ദോസ് തിങ്സ് പഠിച്ചാൽ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് യു നോ ആക്ച്വൽ കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പോൾ NVIDIA അവരുടെ ചിപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ആസ് ലോങ് ആസ് ദേ ഡോണ്ട് റിലീസ് ദ ഡാറ്റ എഐക്ക് അത് അറിയില്ലാവില്ല. ലൈക്ക് പീപ്പിൾ ഡോണ്ട് ഗെറ്റ് ദ ഡാറ്റ ടു ട്രെയിൻ ഇറ്റ്. അപ്പം if you know actual computer science, you will be one step ahead of AI. അങ്ങനെയുള്ളവർക്ക് there is obviously ജോലി ഉണ്ടാവും. And the second thing I feel is AI actually software developers niche-നെ അല്ല eliminate ചെയ്യുന്നത്. That will obviously eliminate. എന്ന് വെച്ചാൽ job roles എന്തായാലും കുറയും, but that will be of the people who are not ready to learn. ഇപ്പോൾ at this point കമ്പനീസിന് വേണ്ടത് would be പെട്ടെന്ന് സാധനങ്ങൾ പഠിച്ച് മൾട്ടിപ്പിൾ സാധനങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഓർ അവരുടെ ഒരു പ്രോഡക്റ്റ് ഓണർഷിപ്പ് എടുത്ത് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കും. ഇപ്പം നമ്മൾ ആദ്യമേ നമ്മുടെ വി ബിൽഡ് മൊബൈൽ ആപ്സ് ഇൻ ആ കമ്പനി ആൻഡ് അതിൽ ഒരു ആപ്പിനകത്ത് വി ആക്ച്വലി നീഡ് 3D മോഡൽസ്. ലൈക്ക് അതിന് നമുക്ക് ആക്ച്വലി ഇന്ത്യയിൽ ഭയങ്കര നല്ല ഒരു 5-6 3D ഫേംസ് ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്ത് ഹൈ പെയ്ഡ് ആയിട്ടായിരുന്നു ഈ സാധനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ആൻഡ് വൺ തിങ് വാസ് ദാറ്റ് ഇവരെല്ലാം ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആൾക്കാരായതുകൊണ്ട് ലൈക്ക് വി ആർ ഓൾ ബേസിക്കലി കിഡ്സ് ഇൻ എ കമ്പനി. അപ്പോൾ നമുക്ക് ഇവരോട് സംസാരിക്കാനിലേക്ക് ഒത്തിരി സമയം എടുത്തിരുന്നു. വി ആക്ച്വലി ഹാഡ് ടു കീപ് മീറ്റിംഗ്സ്. അങ്ങനെ ഒത്തിരി ഐട്രേഷൻസിന് ശേഷം ഒരു 1 or 2 months നമ്മൾ ഒരു മോഡൽ ഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇതെങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് വി ആക്ച്വലി ഫൗണ്ട് ഒരു എ ഐ. മൾട്ടിപ്പിൾ എ ഐസ് ഉണ്ട്. ലൈക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ഗോട്ട് ആക്ച്വലി എ പ്രിറ്റി ഗുഡ് എ ഐ വിച്ച് can generate 3D models from images. ചുമ്മാ ചാറ്റ് ജി പി ടിയുടെ അടുത്ത് പറയാം ഒരു ഇമേജ് ഉണ്ടാക്കുക, എ ഐയിൽ ഇട്ട് കൊടുക്കുക, അത് ഉണ്ടാക്കി തരും. ആൻഡ് ഉണ്ടാക്കുന്ന മാത്രമല്ല 3D മോഡൽസ് അത് സെഗ്മെൻറ്റും ചെയ്തു തരും. സോ വേണമെങ്കിൽ ബ്ലെൻഡറിൽ ക്ലോഡിൻ്റെ MCP കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സെഗ്മെൻറ്റ് ചെയ്ത സാധനം നമുക്ക് ഈസിലി അനിമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ വി ടുക്ക് എ ചാൻസ് ദാറ്റ് ഈ 5 പേരെയും നമ്മൾ കോൺട്രാക്ട് കളഞ്ഞിട്ട് റിലീസ് ചെയ്തിട്ട് വി ആക്ച്വലി ഹയർഡ് എ ഫ്രഷർ, ഒറ്റ ഫ്രഷർ. ഷീ ഈസ് ഫ്രം ആക്ച്വലി ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അനിമേഷൻ പഠിച്ച ഒരാളെ ഹയർ ചെയ്തു. ആൻഡ് ഈ കുട്ടിക്ക് ഈ സാധനം പഠിപ്പിച്ചു കൊടുത്തു. സോ നമ്മൾ 3 മാസത്തിൽ ഒരു മോഡൽ ഷിപ്പ് ചെയ്തിരുന്നത് ഒരു ദിവസത്തിൽ 4 മോഡലിനുള്ള സ്കെയിലെത്തി. ആൻഡ് റൈറ്റ് നൗ ഇപ്പോൾ ആപ്പിനകത്ത് 200-300 മോഡൽസ് ഉണ്ട്. സോ ഇത് ലൈക്ക് അവർ എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അറിയാത്തതുകൊണ്ടോ ആയിരുന്നില്ല, ബട്ട് ദേ വർ ആക്ച്വലി നോട്ട് വില്ലിങ് ടു അഡാപ്റ്റ് ടു ന്യൂ ടെക്നോളജീസ്. എന്ന് വെച്ചാൽ ഞാനല്ലായിരുന്നു അവർക്ക് എ ഐ വെച്ചത് ചെയ്യാം സ്പീഡാക്കാം എന്ന് പറയേണ്ടിയിരുന്നത്. ദേ ഷുഡ് ഹാവ് ആക്ച്വലി ടോൾഡ് ഇറ്റ് ടു മീ. ദേ ഷുഡ് ഹാവ് അവരായിരുന്നു അവരുടെ വർക്ക് ഫാസ്റ്റ് ആക്കേണ്ടിയിരുന്നത്. സോ ഐ ട്രൂലി ബിലീവ് ദാറ്റ് ഇഫ് ആ ഒരു ത്വര ഫോർ ലേണിംഗ് ഉണ്ടെന്നുണ്ടെങ്കിൽ റൈറ്റ് നൗ ഇസ് ദ ഒരു വർഷം കുറച്ച് നാൾ വി ഹാവ് എ ടൈം വെയർ like connections are very open, people are ready to meet and greet, so we can actually make AI a tool and do great things. That is a thing because recently there was a new thing called as OpenClaw. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. OpenClaw is a place where you could automate everything, like laptop ആയിക്കോട്ടെ, ഇതിനകത്ത് എന്തൊരു ആപ്ലിക്കേഷനും കംപ്ലീറ്റ്ലി ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിരിക്കും നിങ്ങളുടെ എല്ലാ ടാസ്ക്സും. അപ്പം റീസെൻ്റ്ലി ടു ഇഫ് ഞാൻ ഇന്നലെ ഒരു സെൻറ്റൻസ് കേട്ടത്, ഐ വാസ് ഗോയിങ് ത്രൂ വൺ തിങ് വെർ ഇറ്റ് വാസ് ഗോയിങ്, ഒരു സിഇഒയ്ക്ക് ഇനി മൾട്ടിപ്പിൾ people inside the company കാട്ടിലും he could just use AI to automate everything because the number of, okay, suppose പണ്ടൊക്കെ കമ്പനീസിൽ they used to have this one thing called as web developer position. But right now, using tools like Lovable ആയിക്കോട്ടെ, right now using, okay, ക്ലോഡിൽ തന്നെ there's this one thing called as നിങ്ങൾ ജസ്റ്റ് എന്ത് ആപ്ലിക്കേഷനാണ് ബിൽഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്താൽ മതി, ആ ആപ്ലിക്കേഷൻ ഉടനെ തന്നെ ആ ഒരു വെബ്സൈറ്റ് ആയിട്ട് തന്നെ ഇറ്റ് വിൽ ജനറേറ്റ് യു. within a minute they can create it. അതെ, അപ്പോഴത്തേക്കും ഇനി മുന്നോട്ട് പോകുമ്പോൾ ഓരോ പൊസിഷൻസ് വിൽ ബി ഗെറ്റിംഗ് കട്ട് ഡൗൺ. ഇപ്പം യൂഷ്വലി ഒരു പോസ്റ്റർ വന്നായിരുന്നു ഏതൊരു ജോബ് പൊസിഷനാണ് എ ഐക്കുള്ള അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. സെയിൽസ് ഇൻറ്റേൺസ്, പിന്നെ കോൾ സെൻറ്റേഴ്സിലെ ജോബ് ചെയ്യുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ ഇനി ദെയർ പൊസിഷൻസ് ആർ കമ്മിങ് ഡൗൺ ബിക്കോസ് എ ഐ ക്യാൻ ഡു ഇറ്റ്. സോ ദാറ്റ് ഈസ് ഓൾസോ എ ടേക്ക് ഇൻ ടു ദാറ്റ്. In your, I think in landscape, it's shown like you are building AI and non-AI apps, you know. So how you are communicating
in that manner, how you are communicating to the clients, like how you are differentiating. You want AI and not want to build in that way. So we are actually a product studio and we build our own apps, we build our own subscription based application. കുറച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള യൂട്ടിലിറ്റി ടൂൾസ് ആണ് ഉണ്ടാക്കുന്നത്. അതിനകത്ത് AI കുറച്ച് ചാറ്റ് ബോട്ട്സ് ഉണ്ടാവും. ആൻഡ് വി ആക്ച്വലി യൂട്ടിലിറ്റി ടൂൾസ് ആണ്. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് വിച്ച് ഇസ് നോൺ ആസ് ട്രാവൽ അനിമേറ്റർ. ദാറ്റ് ഈസ് ആർ ട്രാവൽ അനിമേറ്റർ. സോ അത് വീഡിയോ ലൈക്ക് ട്രാവൽ വ്ളോഗേഴ്സിനൊക്കെ എവിടെയെങ്കിലും പോയാൽ ദേ കൻ ആക്ച്വലി മേക്ക് ഒരു ക്യൂട്ട് വീഡിയോ ഓഫ് ഒരു വണ്ടി മൂവിങ് ഓൺ ടോപ്പ് ഓഫ് എ മാപ്പ്. You might have seen it on Instagram. And we have കുറച്ച് ഷിപ്പ് ട്രാക്കിംഗ് ആപ്ലിക്കേഷൻ കോൾഡ് മറൈൻ റഡാർ. അത് ആക്ച്വലി ചെയ്യുന്ന ഷിപ്പിൻ്റെ ആക്ച്വൽ ലൊക്കേഷൻ നമുക്ക് മാപ്പിൽ കാണിച്ചു തരും. എന്തെത്തി, അവരുടെ സ്പീഡ് എന്താണ്, അവിടുത്തെ വെതർ എന്താണ്. സോ ഷിപ്പിൽ പോകുന്ന ആൾക്കാർക്ക് ഓർ കണ്ടെയ്നേഴ്സ് ഓർ ഏതൊരു ചെറിയ സീയിൽ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക് ആൻഡ് അവരുടെ ഫാമിലി മെമ്പേഴ്സിന് യൂസ് ചെയ്യാം ടു ട്രാക്ക് ദോസ് പീപ്പിൾ. സോ വി ബിൽഡ് ഇങ്ങനത്തെ യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻസ്. ആൻഡ് ഫോർ ദാറ്റ് ഇപ്പം AI വന്നപ്പോൾ ഉണ്ടായ ചേഞ്ചസ് ദാറ്റ് ട്രൂലി വി ആർ ഇപ്പോൾ ഭയങ്കര ഓട്ടോമേറ്റഡ് കമ്പനിയായി. എന്ന് വെച്ചാൽ എവ്രിവെയർ വി ഇൻസിസ്റ്റ് ടു യൂസ് AI. ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് AI വെച്ചിട്ട് ഇപ്പം നമ്മുടെ CEO ഉണ്ട് ജസീൽ. സോ ഹി വുഡ് ഫസ്റ്റ് തിങ് ഓപ്പൺ ക്ലോക്ക് വന്നപ്പോൾ പറഞ്ഞത് AI വെച്ച് എനിക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല, ബട്ട് ഐ വോണ്ട് ടു ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി. നിങ്ങളെ വെച്ച് തന്നെ ഐ വോണ്ട് ടു ഇൻക്രീസ് അവർ പ്രൊഡക്ടിവിറ്റി ടു 2x യൂസിങ് AI ആൻഡ് ഐ വിൽ ഗിവ് യു എനി ടൂൾസ് യു നീഡ് എന്നുള്ളതാണ്. അപ്പം ലൈക്ക് എവറിത്തിങ് ഫ്രം ഇപ്പോൾ കസ്റ്റമർ ഫീഡ്ബാക്ക് എടുക്കുന്നതാണെങ്കിൽ മൾട്ടിപ്പിൾ ലൈക്ക് മെയിൽ ത്രൂ ഓർ ചാറ്റ് ത്രൂ ഒക്കെ വന്ന ഫീഡ്ബാക്ക് വി ഹാവ് എൻ AI മോഡൽ വിച്ച് റിപ്ലൈസ് ടു ദോസ് ഫീഡ്ബാക്ക്. ആൻഡ് ദെൻ അതിന് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഇറ്റ് ടെൽസ് ഇസ് ഇൻ ടെലിഗ്രാം ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളത്. ആൻഡ് ഇപ്പം ടെലിഗ്രാമിലൂടെ തന്നെ നമ്മൾ ലൈക്ക് കോഡിനും ഒക്കെ സാധനം AIക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ലൈക്ക് അത്യാവശ്യം ഇൻ്റലിജൻറ്റ് മോഡൽസ് സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇൻ സച്ച് എ വേ ദാറ്റ് ഇപ്പോൾ യൂസർ ഒരു ഇറർ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ദ AI ക്യാൻ ഡൂ ദ പ്രൈമറി ഡയഗ്നോസിസ്. അതായത് AIക്ക് അനലിറ്റിക്സ് ടൂളിൽ പോയിട്ട് അനലൈസ് ചെയ്ത് എവിടെയാ ബഗ് വന്ന യൂസറിൻ്റെ പാത്ത് ട്രാക്ക് ചെയ്യാം. ആൻഡ് ദെൻ അതിൽ നിന്ന് എക്സാക്ട് പാത്ത് കണ്ടുപിടിച്ചിട്ട് ഇറ്റ് ക്യാൻ ആക്ച്വലി സജസ്റ്റ് കോഡിനകത്ത് ഈ സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ പ്രശ്നം വന്നത്, യു ക്യാൻ ഡൂ എന്നുള്ളത് ഇറ്റ് ക്യാൻ സജസ്റ്റ്. അതാണ് ബിക്കോസ് അതിൻ്റെ അടുത്ത് നേരെ പോയിട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ഇറ്റ് ക്യാൻ ടെൽ ആർ ഡെവലപ്പർ ദാറ്റ് ഇതായിരിക്കും പ്രശ്നം, ഇഫ് ഐ വാണ്ട് ഐ ക്യാൻ ഫിക്സ് ഇറ്റ്. ആൻഡ് അത് ഫിക്സ് പറയുമ്പോഴത്തേക്കും ഇഫ് ആ ഡെവലപ്പർ അപ്രൂവ്സ് ഇറ്റ് ഈസ് ഗുഡ് യു ക്യാൻ ഗോ. ഇത് എല്ലായിടത്തും ചെയ്തിട്ടുണ്ട്. ഇൻ പ്രോഡക്റ്റ് മാനേജ്മെൻറ്റ്, ഇൻ മാർക്കറ്റിംഗ് ആണെങ്കിൽ വി ഹവ് ഓട്ടോമേറ്റഡ് എ ലോട്ട് ഓഫ് തിങ്സ് ലൈക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് സാധനങ്ങൾ പുഷ് ചെയ്യാൻ. സോ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഈസ് ഓൾസോ ഹാസ് ആക്ച്വലി റിയലി ഇൻക്രീസ്ഡ്. ഇപ്പം നമ്മൾ ഒരാൾ ഇരുന്നിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് ഒരു ദിവസം 2 വീഡിയോ ഉണ്ടാക്കുന്നതിന് പകരം AI ടൂൾസ് റീമോഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി വേണമെങ്കിൽ മാർക്കറ്റിംഗ് വീഡിയോസ് 4 എണ്ണം ഉണ്ടാക്കി റിലീസ് ചെയ്യാം. സോ എവ്രിവെയർ വിത്ത് AI യു ക്യാൻ ആക്ച്വലി ഗോ ഇൻ ഗുഡ് പേസ് നൗ. Okay, thank you. I will share you one of my experience. Like people who blindly believe it also know, like without knowing it, how to use it. Like one of my client who got the notice from the income tax, and he blindly put that notice into the ChatGPT and asked for what are the procedures he can do, without even knowing what are the timeline, actually what is there in the act. So അങ്ങനെ blindly believe ചെയ്യുന്ന ആൾക്കാരടുത്ത് what is the advice you can give to them? Like കോൺഫിഡൻഷ്യാലിറ്റി അവിടെ അവരുടെ തന്നെ ഡാറ്റയാണ് അങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇടുന്നത് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ബൈ എനിവൺ എൽസ് വിതൗട്ട് ഈവൻ റിയലൈസിങ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് പബ്ലിക്. സോ വാട്ട് ഈസ് യുവർ തോട്ട് ഓൺ ദാറ്റ്? Okay, so my thought on this. So recently Instagram ഒരു ട്രെൻഡ് ഭയങ്കര റണ്ണിങ് ആയിരുന്നു, ഗിബ്ലി ട്രെൻഡ് എന്നും പറഞ്ഞ്. ഓൾസോ എ ലോട്ട് ഓഫ് ട്രെൻഡ്സ് ലൈക്ക് ആൾക്കാർ അവരുടെ സ്വന്തം ഫോട്ടോ എടുത്ത് ഈ മോഡൽസിലോട്ട് ഇട്ടിട്ട് ഓക്കെ ചേഞ്ചസ് ഇൻ ടു ദിസ്, ചേഞ്ച് ഇൻ ടു ദാറ്റ്, ഐ വോണ്ട് മൈ യങ്ങർ സെൽഫ് ടു ബി വിത്ത് ദിസ് എന്ന് പറഞ്ഞ് കുറേ നമ്മൾ ഒരു ട്രെൻഡായിട്ട് പോകുന്നുണ്ടായിരുന്നു. വൈ ഡു യു തിങ്ക് ദീസ് മോഡൽസ് ആർ ഗെറ്റിംഗ് ബെറ്റർ ഡേ ബൈ ഡേ? ബിക്കോസ് ഒരു AI മോഡലിന് അതിന് വേണ്ടെന്ന് പറഞ്ഞ ഡേറ്റയാണ്. അപ്പോൾ നമ്മൾ കുറേ ഇങ്ങനത്തെ ഇമേജസ് തന്നെ അതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് മോഡൽ ഇൻ ദ ബാക്ക് എൻഡ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് ദീസ് ഡേറ്റ. നമ്മുടെ ഒരു ഡേറ്റ അതിന് കിട്ടുന്നുണ്ട്, ആ ഡേറ്റ വെച്ചിട്ടാണ് അത് ട്രെയിൻ ആയിക്കൊണ്ടിരിക്കുന്നത്. സോ day by day all of these models are getting a lot more better because they are getting access to our own data. Example, ഇപ്പം ജെമിനൈയുടെ തന്നെ നാനോ ബനാന, ഇറ്റ് ഈസ് വെരി മച്ച് ബെറ്റർ നൗ ഡേയ്സ്. കാരണം ആ ഒരു പോയിന്റിൽ പീപ്പിൾ വെർ യൂസിങ് ജെമിന ലൈക്ക് എനിത്തിങ്. സോ this Google people were getting access to a lot of our photos. അത് കാരണം ഉടനെ തന്നെ after 2 weeks they released a new version, Nano Banana.
That's how. So people should understand where their data is getting used. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോജക്ട്സിൽ നിങ്ങൾ ഒരു AI ഒരു API ക്ക് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കൊടുത്താൽ തന്നെ this model will tell you you should not share this with anyone. This API key should not go public. You should not be sharing it with me എന്നുള്ള കാര്യം അത് എടുത്ത് പറയും. Because that is how it is supposed to be. You should not share your API key with anyone. അതുപോലെ തന്നെ these models and everything is getting day by day. And let me ask you one question. Perplexity went free in India. ChatGPT Go came in India. Gemini was completely given for free for 1 year. Why? Because they want to get better. They want human data. നമ്മൾ കൊടുക്കുന്ന ഡേറ്റ വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ്ലി ട്രെയിൻ ആവുന്നത് all the time. ഈവൻ ഇൻ ദ കേസ് ഓഫ് എല്ലാവരും യൂഷ്വലി യൂസ് ചെയ്തൊരു മോഡലാണ് ChatGPT എന്ന് പറഞ്ഞത്. ChatGPTയുടെ മേലൊരു പണ്ടൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, ടെമ്പററി ചാറ്റ് എന്ന് പറഞ്ഞ്. ഈ ഇൻകോഗ്നിറ്റോ മോഡ് പോലെ തന്നെയായിരുന്നു ടെമ്പററി ചാറ്റ്. ആ ടെമ്പററി ചാറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എൻ്റെ താഴെ ഒരു കണ്ടന്റ് പോലെ വരും, ദ ഡേറ്റ ദറ്റ് യു ഗിവ് ഇൻ ഹിയർ വിൽ നോട്ട് ബി യൂസ്ഡ് ഫോർ ദി മോഡൽസ് ട്രെയിനിങ്. ബട്ട് അതല്ലാതെ, പക്ഷെ അതിപ്പോൾ അവർ മാറ്റിയെന്ന് തോന്നുന്നു, അതല്ലാതെ നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ ഡേറ്റയും ഒരു ഡെയിലി ബേസിസ് നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന എല്ലാം അതെന്താ ചെയ്യുന്നത്? ഇറ്റ് ഈസ് യൂസിങ് ടു ട്രെയിൻ ദ മോഡൽ ഇറ്റ് സെൽഫ്. ചില സമയം നിങ്ങളൊരു പ്രോംപ്റ്റ് ഇട്ട് കൊടുക്കുമ്പം ഇറ്റ് ഗിവ്സ് യു 2 റെസ്പോൺസസ്, റെസ്പോൺസ് 1 ആൻഡ് റെസ്പോൺസ് 2. അപ്പം ആ ഏത് റെസ്പോൺസ് ആണോ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്നത്, ആ റെസ്പോൺസിട്ട് ആ മോഡൽ മനസ്സിലാക്കും, ഓക്കെ ദിസ് പേഴ്സൺ ഈസ് വാണ്ടിങ് ദിസ് കൈൻഡ് ഓഫ് ആൻസേഴ്സ്. This is what his style is. These models are getting adapted to what we want. So നമ്മൾ എന്ത് കൊടുക്കുന്നു, എന്ത് രീതിയിൽ അത് സംസാരിക്കുന്നു, നമ്മൾ എന്തൊക്കെ ഡേറ്റ കൊടുക്കുന്നു എന്നുള്ളത് we should always be conscious about. So that is like one thing that I want to say. I wanted to add ഒരു സാധനം, ഡാറ്റ ഓൾറെഡി AI മോഡലിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഡാറ്റ പബ്ലിക്കാണ്. നമ്മൾ ഓൾറെഡി ഒരു പബ്ലിക് ജീവിയാണ്, ഈ സാമൂഹിക ജീവിയാണ്. സോ ഇറ്റ് ഈസ് ഓൾ ദാറ്റ് ഡിജിറ്റലി അവെയർ ആവുക ഇസ് ഓൾ ദാറ്റ് വി ക്യാൻ ഡു നൗ. എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഇവിടെ ഡിജിറ്റൽ ക്രൈംസ് ഒന്നും കണ്ടുപിടിക്കാനുള്ള അത്ര നല്ല ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പം ഇന്നൊരു ക്രൈം നടന്നു ഇന്ന് തന്നെ പിടിക്കാൻ ഡിജിറ്റലി ഉള്ള ഒരു സംഭവം ഇല്ല. സോ ഒത്തിരി സോഴ്സസ് ഉണ്ടല്ലോ. സോ ഗെറ്റിംഗ് അപ്ഡേറ്റഡ് ദാറ്റ് വേണമെങ്കിൽ ഹേജൻ വെച്ച് എൻ്റെ ഡിജിറ്റൽ ട്വിന്നിനെ ഉണ്ടാക്കി ഒരാളെ പറ്റിക്കാൻ പറ്റും എന്ന് അപ്ഡേറ്റ് ആവുന്നതും, എൻ്റെ വോയിസ് ക്ലോൺ ഉണ്ടെന്ന് അപ്ഡേറ്റ് ആവുന്നതും, ആൻഡ് ബീങ് അവെയർ ദാറ്റ് ഈ സാധനങ്ങൾ വന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ ഇതുണ്ടെന്ന് അറിയാം. ഇസ് ദാറ്റ് ഓൾ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് തോന്നുന്നു. ഇറ്റ് ഈസ് ഡിജിറ്റലി ജീവിക്കുന്ന ഒരാളാവുമ്പോൾ എല്ലാ ദിവസവും വരുന്ന ചേഞ്ച് അറിഞ്ഞ് അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ബിക്കോസ് വി കാൺ സ്റ്റോപ്പ് ഓൾ ദീസ് തിങ്സ്. ദാറ്റ്സ് വാട്ട് ഐ ഗെസ്. It's actually a mixed kind of generations, I know. Last day one of the audience from here told he put a situation in ChatGPT and it gave 20 to 25 options what he can do to cost cutting and all in financial aspect. So he chose one and he saved some amount of cost per day. So it's all about the one decision you choose among the different options which is giving. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എഡ്യൂക്കേറ്റഡ് ആവേണ്ടത് ഇത് തരുന്നതെല്ലാം കറക്റ്റ് ആണോ, ഹാലുസിനേഷൻ പോയിന്റ് ഈസ് ദ അതർ തിങ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ AI. സോ ഐ തിങ്ക് ദ ടൈംസ് ഇസ് അപ്പ്. Thank you for your discussion and thank you so much. Thank you. Thank you so much. We would love to welcome Mr. Mohammed Zamil, CEO of Province, to hand over a small token of love on behalf of ScaleUp Conclave 2026 to these 3 beautiful women here on the dais. Starting from CA Shabana Rasheed, co-founder and designated partner of Shabana. നല്ലൊരു കൈയടി കൊടുക്കാം കേട്ടോ പ്ലീസ്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഹാളിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് എ പോസ്റ്റ് ലഞ്ച് സെഷൻ. എന്നിരുന്നാൽ പോലും we have so many people attending this wonderful session on how AI is disrupting technology and fueling the next wave of innovation. And now we have Ms. Varsha Shaheen, R&D engineer from Scale. Special thanks to our guest partner, our food partner, which is Molagapeti, Fulva and Kapo, for sending this yummy food to our guests, to our renowned speakers. And now we have Joanne Alice Thomas, co-founder of Luna Labs.
So that was a very inspiring session on the above mentioned topic, and we had three beautiful speakers on the panel.